ഇവിടെ ഇവളുടെ കണ്ണിന്റെ കാഴ്ച കുറച്ചായിട്ട് കുറയുന്നുണ്ടാകും. അതേസമയത്ത് ഇവളുടെ പ്രശ്നത്തിനാണെങ്കിൽ ഒരു മരുന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ കണ്ടീഷനെ കുറിച്ച് ഇവള് ലവറിനോട് പറയും. പക്ഷെ അവനാണെങ്കിൽ അത് കാര്യമാക്കി എടുക്കാതെ ഇവളുടെ കൂടെ തന്നെ അവസാനം വരെ ഉണ്ടാവുന്ന പ്രോമിസ് ചെയ്യും. അങ്ങനെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇവർക്ക് കല്യാണം കഴിഞ്ഞ ഒരു കുട്ടി ഉണ്ടാവുകയാണ്. അതേസമയത്ത് ഹീറോന്റെ കാഴ്ചയാണെങ്കിൽ ആദ്യത്തെക്കാളും കമ്മിയായിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇവൾക്ക് ആ കുട്ടിയെ പോലും നേരെ നോക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ദിവസങ്ങൾ പോകുന്നതോറും ഇവളുടെ കണ്ടീഷൻ കുറച്ചുകൂടെ വേസ്റ്റ് ആവുകയാണ്. ആ സമയത്ത് ഇവളുടെ അമ്മയെ ഹീറോ ആയിരിക്കും ഇവൾ സപ്പോർട്ട് ആയിട്ട് കൂടി ഉണ്ടാവുക. ഹീറോയിനാണെങ്കിൽ വേറെ വെളിയിലൊന്നും പോകാത്തതുകൊണ്ട് തന്നെ ഇവളുടെ കണ്ടീഷനെ കുറിച്ച് ആലോചിച്ച് ഡിപ്രഷൻ ആവുന്നുണ്ടാവും. പക്ഷെ ആ സമയം നോക്കി ഹീറോ ആണെങ്കിൽ രണ്ടാമത്തെ ഒരു കുട്ടിയെ കുറിച്ച് ഇവളോട് പറയാണ്. പക്ഷെ ഇതിനാണെങ്കിൽ ഇവള് സമ്മതിക്കില്ല. കാരണം ഇവളുടെ കാഴ്ച ഓൾമോസ്റ്റ് ഇപ്പൊ തന്നെ ഇല്ലാതായിട്ടുണ്ടാവും. ഇനി ഒരു പ്രസവം കൂടി കഴിഞ്ഞാൽ ആ കുട്ടി വലുതാവുന്നവരെ ഇവളിനെ നോക്കേണ്ടി വരും. അത് ഇവളെ കൊണ്ട് പറ്റില്ല എന്ന് പറയാണ്. അതേസമയത്ത് ഇവർ ഈ ആർഗ്യുമെന്റ് ചെയ്യുന്നതാണെങ്കിൽ നട റോട്ടിലായിരിക്കും. അവിടെ എല്ലാവരും ഇവർ ശ്രദ്ധിക്കുന്നുണ്ടാവും. ഇതിൽ ടെൻഷൻ ആവുന്ന ഹീറോ ആണെങ്കിൽ ഇവളെ അവിടെ തന്നെ വിട്ടിട്ട് ദേഷ്യത്തിൽ നടന്നു പോകുകയാണ്. ഇവൾക്കാണെങ്കിൽ മുന്നിലുള്ള കാര്യങ്ങൾ പോലും കാണാൻ കഴിയുന്നുണ്ടാവില്ല. അതുകൊണ്ട് സങ്കടത്തിൽ ആ റോട്ടിൽ ഇരുന്ന് കരയാൻ തുടങ്ങും. പക്ഷെ ഹീറോ പ്രോമിസ് ചെയ്ത പോലെ ഇവൻ അവളെ വിട്ട് അവസാനം വരെയും പോയിട്ടുണ്ടാവില്ല. ആ ദേഷ്യം കഴിഞ്ഞ് ഇവളുടെ അടുത്തേക്ക് വന്ന് കയറിനോട് തന്നെ സോറി ചോദിക്കുകയാണ്. അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുപോകുകയാണ്. ഹീറോ ആണെങ്കിൽ ഇവളെ ലോൺലിനെസ് മാരാനായിട്ട് ഇവളെ വീണ പഠിക്കാനായിട്ട് ഒരു ക്ലാസ്സിലും കൊണ്ടാകും. അങ്ങനെ അവസാനം ഇവളുടെ കണ്ണിന്റെ കാഴ്ച പോകുന്ന സമയത്ത് കാണുന്ന അവസാനം ഒക്കെ ഹീറോന്റെ ആയിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.